അങ്ങനെ ഇന്നലെ മീനെല്ലാം കഴുകി വൃത്തിയാക്കി ഫ്രീസറിലേക്ക് വെച്ച് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങിയതാണ്. സൺഡേ മോർണിംഗ് ആയതുകൊണ്ട് തന്നെ ഉറക്കം മുഖ്യം ബിഗിലേന്ന് വിചാരിച്ച് നന്നായിട്ട് കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ എണീറ്റപ്പോൾ ഒരു 9:30 മണിയായി. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ എന്നാത്തിനാണ് നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി സമയം കളയുന്നത്, നേരെ നമുക്കൊരു ലഞ്ച് അല്ലെങ്കിൽ ബ്രഞ്ച് ഒരു സെറ്റപ്പ് അങ്ങനെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മീനുമായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മുടെ മീൻ വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു പുറപ്പാടങ്ങ് തുടങ്ങി കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ നെയ്ച്ചാളയായിരുന്നു. അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും എല്ലാം ചേർത്ത് മഞ്ഞൾപ്പൊടി എല്ലാം ചേർത്ത് പുരട്ടി അങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നെ നേരെ ഫോൺ വിളിച്ച് അമ്മയെടുത്ത് എത്ര വട്ടം ഞാൻ ഉണ്ടാക്കിയ കാര്യമാണെങ്കിലും എനിക്ക് അമ്മയെ വിളിച്ചിട്ട് അമ്മ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി ഒന്ന് വേഗം പറഞ്ഞ് എന്ന് പറഞ്ഞിട്ട് അമ്മ പറഞ്ഞതിന് ശേഷം ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ധൈര്യമാണേ. പിന്നെ കുറച്ച് കോവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തൊരു വിഴുക്കുവരട്ടി അങ്ങ് ഉണ്ടാക്കി. പിന്നെ ഈ ഞണ്ടിൻ്റെ റോസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യം പറയുമ്പോഴത്തേക്കും ഇപ്പോൾ കുറച്ച് നാളായിട്ട് ശരത്താണ് ഇവിടെ ഞണ്ട് എപ്പോഴെങ്കിലൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കുന്നത്. കാരണം ശരത്ത് M4Techൽ നമ്മുടെ ജിയോ മച്ചാൻ്റെ ഒരു റെസിപ്പിയാണ് ഫോളോ ചെയ്യുന്നത്. ചെറിയുള്ളി മാത്രം ഇട്ടിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് അപാര ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് അത്ര എന്താ പറയുക, ചെറിയുള്ളി ഇന്ന് അരിയാനുള്ളൊരു പ്രശ്നം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇന്ന് പറഞ്ഞു ഇന്ന് ഹരിയ ചെയ്യണ്ട, ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് സവാളയൊക്കെ ചേർത്ത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കിയത്. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ എന്തായാലും മീൻ വിഭവങ്ങളെല്ലാം കൂട്ടി ഒരു അടിപൊളി സൺഡേ സ്പെഷ്യൽ ലഞ്ച് അങ്ങ് കാച്ചി.